പൊയ്കയിൽ യോഹന്നാൻ 1879 to 1939. He lived up to the age of 60. 1879 പത്തനംതിട്ടയിലെ ഇരുവിപേരൂരിൽ ആണ് പൊയ്കയിൽ യോഹന്നാൻ ജനിക്കുന്നത്. പൊയ്കയിൽ യോഹന്നാനെ കുമാരഗുരുദേവൻ, കേരള നെപ്പോളിയൻ, പുലയൻ മത്തായി, പൊയ്കയിൽ അപ്പച്ചൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. കുമാരഗുരുദേവൻ എന്നതാകുന്നു പൊയ്കയിൽ യോഹന്നാനെ അറിയപ്പെടുന്ന ഏറ്റവും പ്രസിദ്ധമായ പേര്. ഇദ്ദേഹത്തിന്റെ ബാല്യകാല നാമമാകുന്നു കുമാരൻ. ഇദ്ദേഹം പറയ സമുദായത്തിലാണ് ജനിച്ചത്. ചെറുപ്പം മുതൽ ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റിയോട് വലിയ അടുപ്പമുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ ഇദ്ദേഹം ക്രിസ്ത്യൻ മതം സ്വീകരിക്കുകയും എന്നാൽ 1909 അതായത് ഇദ്ദേഹത്തിന്റെ 30-ാം വയസ്സിൽ ക്രിസ്തുമതം വിട്ട് ദളിത് വിമോചന പ്രസ്ഥാനം ആരംഭിക്കുകയും ചെയ്തു. ദ്രാവിഡനായ ദളിതൻ എന്ന ആശയം ഉയർത്തിപ്പിടിച്ച നവോത്ഥാന നായകനാകുന്നു പൊയ്കയിൽ യോഹന്നാൻ. 1909 അതായത് 1909 ഇദ്ദേഹം രൂപീകരിച്ച പ്രസ്ഥാനമാകുന്നു PRDS, അതായത് പ്രത്യക്ഷരക്ഷാ ദൈവസഭ. PRDSന്റെ ആസ്ഥാനം പത്തനംതിട്ടയിലെ ഇരവിപേരൂരാകുന്നു. തിരുവിതാംകൂറിൽ അയിത്തജാതിക്കാർക്ക് വേണ്ടി ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സ്ഥാപിച്ച വ്യക്തി കൂടിയാകുന്നു പൊയ്കയിൽ യോഹന്നാൻ. 1937 അതായത് 1937 തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ വെച്ച് പൊയ്കയിൽ യോഹന്നാൻ മഹാത്മാഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തി. 1914 ഒന്നാം ലോക മഹായുദ്ധ കാലത്ത് സമാധാനം ലോകർക്ക് സമാധാനം എന്ന യുദ്ധവിരുദ്ധ റാലി നയിച്ചത് പൊയ്കയിൽ യോഹന്നാനാകുന്നു. 1921 1931 പൊയ്കയിൽ യോഹന്നാനെ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടു. ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ റയറ്റ്സ് ആകുന്നു, അതായത് ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ ലഹളകളാകുന്നു അടിലഹള, വാകത്താനം ലഹള, മുണ്ടക്കയം ലഹള, കൊഴുക്കുംചിറ ലഹള, വെട്ടിയാട്ട് ലഹള, മംഗലം ലഹള, വെള്ളനിടി ലഹള തുടങ്ങിയവ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിലഹളയാകുന്നു. ദളിതർക്ക് വേണ്ടി ഇദ്ദേഹം നടത്തിയ ലഹളകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അടിലഹളയാകുന്നു.